റൺ ബേബി റണ്ണിന്റെ വിജയത്തിന് ശേഷം വീണ്ടും ഒരു മോഹൻലാൽ ജോഷി ചിത്രം ഒരുങ്ങുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം എസ്.എൻ. സ്വാമി മോഹൻലാൽ ജോഷി ടീമിന് വേണ്ടി തിരക്കഥ രചിക്കുന്നു എന്ന പ്രത്യേകതയാണ് ലോക്പാലിനുള്ളത്. ലോക്പാലിന്റെ ചിത്രീകരണ വിശേഷങ്ങളിലേക്ക്. ഒരു സൂപ്പർ ഹിറ്റിന് ശേഷം മോഹൻലാലും ജോഷിയും വീണ്ടും ഒന്നിക്കുമ്പോൾ മറ്റൊരു മെഗാ വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. കൊച്ചിയിൽ ചിത്രീകരണം തുടരുന്ന ലോക്പാലിൽ അഴിമതിക്കെതിരെ പോരാടുന്ന നന്ദഗോപാൽ എന്ന സാധാരണക്കാരനെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. ഒരു ലാൽ ജോഷി എസ്.എൻ. സ്വാമി ചിത്രത്തിന് വേണ്ട എല്ലാ ചേരുവകളും ചേർന്ന ത്രില്ലറായിരിക്കും ചിത്രമെന്ന് തിരക്കഥാകൃത്ത് എസ്.എൻ. സ്വാമി പറഞ്ഞു. കാലിക പ്രാധാന്യമുള്ള ലോക്പാൽ എന്ന പേര് തന്നെ ചിത്രത്തിന് തെരഞ്ഞെടുത്തതും അതുകൊണ്ടാണെന്ന് എസ്.എൻ. സ്വാമി റിപ്പോർട്ടറോട് പറഞ്ഞു. ഒരു ഇൻട്രസ്റ്റിംഗ് ത്രെഡാണ് ഈ കഥ. ഒരു കള്ളനും പോലീസും കളിയാണ് ഈ സിനിമ. ലോക്പാൽ എന്നുള്ള പേര് കേട്ട് ഇത് രാഷ്ട്രീയ സിനിമയോ ഇല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇതങ്ങനെ ഒരു കാലികമായ ഒരു പേര് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ത്രില്ലറാണ് ഈ പടം. ഇല്ല, ഞാനും ജോഷിയുമായിട്ട് വേറെ പടങ്ങൾ ഒരുപാട് ചെയ്തു. ഞാനും മോഹൻലാലുമായിട്ട് ചെയ്തു, മോഹൻലാലും ജോഷിയുമായിട്ട് ചെയ്തു. ഈ ഒരു കോമ്പിനേഷൻ വരുന്നത് കുറച്ച് ഗ്യാപ്പിന് ശേഷം, അത്രേ ഉള്ളൂ. കാവ്യ മാധവനാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ചൈന ടൗണിന് ശേഷം കാവ്യ ലാലിന്റെ നായികയാകുന്ന ചിത്രം കൂടിയാണ് ലോക്പാൽ. ഇന്നസെന്റ്, സായ്കുമാർ, മനോജ് കെ ജയൻ, മീരാനന്ദൻ, കൃഷ്ണകുമാർ, ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. ഹാപ്പി ആൻഡ് റൂബി സിനിമാസിന്റെ ബാനറിൽ വിജയൻസും എസ്.എൽ. വിമൽകുമാറും ചേർന്നാണ് ലോക്പാൽ നിർമ്മിക്കുന്നത്. മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയായ വിമൽകുമാറിന്റെ ആദ്യ നിർമ്മാണ സംരംഭമാണ് ലോക്പാൽ. പ്രദീപ് നായരാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. രതീഷ് വേഗയുടേതാണ് സംഗീതം. കൊച്ചിയിൽ വിവിധ സ്ഥലങ്ങളിലായി ലോക്പാലിന്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്.